നമുക്ക് അടുത്തൊരു സംശയം, ഒരു സഹോദരി അവർ പറയണമെന്ന് വെച്ചാൽ പിന്നെ അവരെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞ് കുറച്ച് മുമ്പ് നമുക്കൊരു ചോദ്യം അവർ അയച്ചിരുന്നു. നമ്മളതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സ്ത്രീകളുമായി ചാറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ വീട്ടിലൊന്നും പറഞ്ഞപ്പോഴൊന്നും അത്ര ബോധ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ആ സഹോദരിക്ക് തെളിവടക്കം അവരെ വീട്ടിൽ എത്തിക്കാൻ പറ്റി ഈ കാര്യങ്ങൾ. മറ്റുള്ള സ്ത്രീകളെ പിന്നെ ചാറ്റുന്നതും അതുപോലെ അശ്ലീല വീഡിയോകൾ കാണുന്നതും ഒക്കെ ഇവരെന്ത് ചെയ്തു, പിന്നെ തെളിവടക്കം സമർപ്പിച്ചപ്പോൾ പിന്നെ ഈ ഭർത്താവിൻ്റെ വാപ്പ പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറേ കുറ്റപ്പെടുത്തി. പിന്നീട് ഇവൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ഇവൾ മറ്റൊരാളുമായി അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ കുറ്റപ്പെടുത്തിയിട്ട് അവൾ വീട്ടിൽ നിന്ന് പോയി. ഈ ചെറിയ കുട്ടിയുടെ 3 വർഷം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ഇപ്പോൾ സത്യത്തിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവളൊരു നിലപാട് പറഞ്ഞിരുന്നത് ഇതൊക്കെ നിർത്തണം, അവസാനിപ്പിക്കണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഇല്ല എന്നോട് പറഞ്ഞു. ആ വാക്കിന്മേ പിടിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്, ഇനി അവളായിട്ട് യാതൊരു ബന്ധവും വേണ്ട. പക്ഷേ ഈ കുട്ടി അത് അയാൾ നന്നാകാൻ വേണ്ടി ഇതൊക്കെ നിർത്തി കൂടെ ജീവിക്കാൻ, ഒപ്പം ജീവിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല, ഇവളെ കുറ്റപ്പെടുത്തി, ഇവൾ കാരണമാണ് ഇവനങ്ങനെയൊക്കെ ആവാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ വലിയ മനപ്രയാസത്തിലാണ്. ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് ആ സഹോദരി നമുക്ക് എഴുതിയിട്ടുള്ളത്. അല്ല, എന്തായാലും ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കുക, ആ ഭാര്യ കാണുക വേറെ പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്യും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇവളെങ്ങനെ അയാളെ ഉൾക്കൊള്ളും? ഇവൾക്കൊരിക്കലും അയാളെ ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യൂല, കഴിയൂല. അപ്പോൾ കഴിയാത്തൊരവസ്ഥയിൽ അവരവിടുന്ന് പോരുകയാണ്. അതെ, അവിടെ നിന്നിട്ട് പ്രയോജനമില്ല. കാരണം അയാളുടെ മനസ്സിൽ വേറെ സ്ത്രീകളും വേറെ ചാറ്റിങ്ങും ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പോരുകയേ നിവർത്തിയുള്ളൂ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണല്ലോ അവർ പോരുന്നത്. സ്വാഭാവികമായും ഇയാളിൽ മാറ്റം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇനി തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്താണ്, ആ മാറ്റമില്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോകുക എന്നുള്ളതല്ലേ. അപ്പോൾ പഴയ ജീവൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവർക്കിപ്പോൾ ഈ സ്റ്റാൻഡ് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അത് എടുക്കണ സമയത്ത് എന്താണ്, ബന്ധുക്കൾ എന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയണം എന്നുള്ളതാണ്. അതിന് നമുക്ക് നിവർത്തില്ലല്ലോ. അവരവരുടെ ഭാഗത്ത് ന്യായീകരിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഇവർക്കിത് ഉറപ്പുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അവരുടെ തീരുമാനമാണ് ശരി എന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നിൽക്കാൻ പറ്റും. അവരവിടെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വേണമെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ കണ്ടാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് വേണം. കാരണം അതിലെന്തെങ്കിലും പാളിച്ച വന്നാൽ വാദി പ്രതിയാവും. അതവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണെങ്കിലും ഇത്തരം ഒരു അപവാദം പറയുമ്പോൾ, വാപ്പനെ കുറിച്ച് പറയാം, ഭർത്താവിനെ കുറിച്ച് പറയാം, ഭർത്താവിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാം, ഇങ്ങനത്തെ ഒരു ആരോപണം, ലൈംഗിക സദാചാര രംഗത്തുള്ളൊരു ആരോപണം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ് വേണം. അതൊരു പ്രധാന വിഷയമാണ്. ഒരിക്കലും അയാൾക്ക് നിഷേധിക്കാൻ എന്താവാൻ പാടില്ല, കഴിയാൻ. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അവിടെ സംഭവിക്കണത്, നിങ്ങൾ വ്യഭിചരിക്കുന്നുണ്ട് ഞാൻ ഒരാളോട് പറയുമ്പോൾ അയാളത് നിഷേധിക്കുന്നതോടുകൂടെ എന്തായി അറിയോ, ഒരാളുടെ പേര് ഒരിക്കലും പറയാൻ പറ്റാത്ത വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച ഏറ്റവും വലിയ തെറ്റുകാരനായി ഞാനപ്പോൾ. അതാണ് തെളിവില്ലാതെ പറഞ്ഞാൽ. നിങ്ങൾ വ്യഭിചരിച്ചിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അയാളോട് പറയുമ്പോൾ അയാൾക്കത് നിഷേധിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആരായിത്തീരും, അയാളുടെ പേരിൽ ആരോപണം പറഞ്ഞവനായിത്തീരും. അതൊരു പക്ഷേ അയാൾ ചെയ്യുന്ന തെറ്റിനേക്കാളും വലിയ തെറ്റാണെന്ത്, ഞാൻ ആരോപണം പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ ആരുടെ പേരിലും ഉന്നയിക്കരുത്. തെളിവുണ്ടെങ്കിലോ ഒരു പ്രശ്നമില്ല. ഈ വീട്ടുകാരും നിഷേധിക്കും, എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞാൽ നിങ്ങളെ മോൻ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയാറിഞ്ഞാൽ മതിയല്ലോ, തീർന്നില്ലേ. ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക, ആർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ഡീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ശരിക്കും ഇനിയിപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും കാണും, അതൊരു പരിധി വിട്ട് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ അതിനൊരു സൂചന കൊടുക്കുക. വാപ്പനോട് അമ്മയോട് പറയാം, എന്ത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, എന്താ നിനക്കറിയില്ല, ഞാനിതൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല, നമ്മളിപ്പോൾ എന്താ ഈ വിഷയത്തിൽ ചെയ്യാമെന്ന് ചോദിക്കാം. അവൻ്റെ ഉമ്മയോട് ചോദിക്കുന്നു, വാപ്പയോട് ചോദിക്കുന്നു, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരെന്ത് ചെയ്യില്ല, നമുക്ക് എതിരല്ല ഉണ്ടാവുക, അങ്ങനെ ചെയ്യുന്നുണ്ടോ, അന്ന് നമുക്ക് നോക്കാം, എവിടെ നോക്കുന്നത്, എന്താ തെളിവ് പറയും. അങ്ങനെ അവർ കൈകാര്യം ചെയ്യും. അത് അവരിലേക്ക് കൊടുക്കുന്നതോട് കൂടെ
നമ്മൾ കൈകാര്യം ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ ഓല ന്യായീകരിച്ച് ഓലപ്പം നിൽക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അതിന് മനസ്സിലാവും.